ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 480 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് താൽക്കാലിക ശമനമായി. ഗസ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ കടുത്ത സമ്മർദ്ദങ്ങളാണ് രാജ്യത്തെ വലതുപക്ഷ സഖ്യകക്ഷികളിൽ നിന്നും നെതന്യാഹു നേരിടേണ്ടി വരുന്നത്. എന്നാൽ വെടിനിർത്തൽ ലംഘിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങളാകും ഇസ്രായേൽ നേരിടേണ്ടി വരുന്നതെന്ന് ഇറാനും യമനും പോലുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഗാസയിലെ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിയതിൻ്റെ പേരിൽ നെതന്യാഹു മന്ത്രിസഭയിലെ ബെൻഗ്വിർ, സ്ട്രോമിച്ച് എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിമാരിൽ നിന്നും കടുത്ത പ്രതിരോധമാണ് നെതന്യാഹു നേരിടുന്നത്. നെതന്യാഹു മന്ത്രിസഭയെ അട്ടിമറിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ട്രോമിച്ച്. വെടിനിർത്തൽ കരാർ വളരെ ഗുരുതരമായ തെറ്റാണെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ഹമാസിന് കീഴടങ്ങിയെന്നും ഗസ മുനമ്പ് കൈവശപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് സ്ട്രോമിച്ച് നെതന്യാഹു ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നാലെ ഇസ്രായേൽ ഭരണസഖ്യത്തിൽ നിന്ന് തൻ്റെ പാർട്ടി പിന്മാറുന്നതായി ബെൻഗ്വിർ പ്രഖ്യാപിക്കുകയും ചെയ്തു. 120 സീറ്റുകളുള്ള സെനറ്റിൽ നിലവിൽ നെതന്യാഹുവിന് 62 പാർലമെൻറ്റ് സീറ്റുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നെതന്യാഹു സർക്കാർ പ്രതിസന്ധിയിലുമാണ്. 480 ദിവസം നീണ്ട യുദ്ധത്തിന് താൽക്കാലിക വിരാമം ഉണ്ടാകുമ്പോൾ പ്രശംസ ഹമാസിനാണ് ലഭിക്കുന്നത്. സാമ്പത്തികമായും സാങ്കേതികമായും സഖ്യപരമായും ഉയർന്നു നിൽക്കുന്ന ഒരു ശത്രുവിനെതിരെ 480 ദിവസം കീഴടങ്ങാതെ പോരാടിയ ഹമാസിന് നേരെയുള്ള പ്രശംസകൾ 4 ഭാഗത്തു നിന്ന് ഉയരുമ്പോൾ ഇസ്രായേലിന് ഇതിൽ പരം മറ്റ് നാണക്കേടില്ല. ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന ഇസ്രായേലിൻ്റെ പ്രതിജ്ഞ പരാജയപ്പെട്ടതാണ് ലോകം കണ്ടത്. ഹമാസിൻ്റെ പല നേതാക്കളെയും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. എന്നാൽ ഹമാസിൻ്റെ പ്രതിരോധ ശക്തിയെ ലോകം പ്രശംസിക്കുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. വെടിനിർത്തലിനോടുള്ള മന്ത്രിസഭാ അംഗങ്ങൾക്കുള്ള എതിർപ്പിൽ അധികാരം തുലാസിലാടുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടുപോകാൻ നെതന്യാഹു തയ്യാറാകില്ലെന്ന് വ്യക്തമാണ്. വെടിനിർത്തലിന് ഒരു ദിവസം മുമ്പ് വരെ ഇസ്രായേൽ ഗസയിൽ നടത്തിയ കൂട്ടക്കൊല ലോകം കണ്ടതാണ്. വെടിനിർത്തൽ കരാർ താൽക്കാലികമാണെന്ന് നെതന്യാഹു പറയുകയും ചെയ്തിരുന്നു. ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി സ്ഥാനമേറ്റതിനു ശേഷം ആയുധശേഷിയും സൈനിക ശേഷിയും സാങ്കേതിക ശേഷിയും സംഭരിച്ച ശേഷം പലസ്തീനെതിരെ യുദ്ധം ആരംഭിക്കാനാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. അതിശക്തമായി യുദ്ധം പുനരാരംഭിക്കാൻ തൻ്റെ ഭരണകൂടത്തെ തയ്യാറാക്കുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടി ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നാണ് നെതന്യാഹു വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ വെടിനിർത്തൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ പോലും അതിന് സാധിക്കാത്ത വിധമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉയരുന്ന പ്രതിഷേധങ്ങൾ. തീവ്ര വലതുപക്ഷ പാർട്ടികൾക്കിടയിൽ ഗസ ഉടമ്പടി രാഷ്ട്രീയ കലാപത്തിന് വഴിവെച്ചിരിക്കുകയാണ്. കരാറിൽ പ്രതിഷേധിച്ച് മന്ത്രിമാർ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് നെതന്യാഹു സർക്കാരിനുള്ളത്. നെതന്യാഹു വിരുദ്ധ അഭിപ്രായങ്ങൾ രാജ്യത്തിനകത്ത് ഉയരുമ്പോൾ രാജ്യത്തിന് പുറത്താണെങ്കിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ട്. വെടിനിർത്തൽ തുടർന്നാൽ അധികാരത്തിൻ്റെ കിരീടം താഴെ വീഴുമെന്ന പേടി, എന്നാൽ കരാർ ലംഘിച്ചാൽ ഇസ്രായേലിൻ്റെ നാശത്തിന് അത് വഴിവെക്കുമെന്ന യമനുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭീഷണി. ഇതിനിടയിൽപ്പെട്ട് ഒഴുകുകയാണ് നെതന്യാഹു. വെടിനിർത്തൽ കരാറിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും നെതന്യാഹുവിൻ്റെ അധികാരം ഏതാണ്ട് അവസാനിക്കാറായ സ്ഥിതിയാണ്.